അതെ, റേഞ്ച് റോവർ ഈസ് കമ്മിങ് റൈറ്റ്. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പ് റേഞ്ച് റോവർ. എന്റെ പൊന്ന്, എടാ 13 വർഷം മുമ്പ് അതെ, 9ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ആളാണ് നമ്മളുണ്ടാവും. അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഇതേപോലൊരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഇൻഡസ്ട്രി അവിടെ നിൽക്കണം. നമ്മൾ രണ്ട് ധ്രുവത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കാരണം നീ നോക്കുമ്പോൾ തേർഡ് ബെഞ്ച്, ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ബെഞ്ച്. 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലോട്ട് എത്തിയപ്പോൾ ഫുൾ A+. ഞാൻ 5 എത്ര A+ പോലും അറിയാതെ. അന്ന് നിങ്ങളെ ഡ്രീം എന്താവണം? ഡ്രീം എന്നൊന്നും അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാലില്ല. പിന്നെ നമുക്കൊരു പാഷനായിട്ട് വരുന്നത് ഒരു പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഈ നമ്മൾ ഉപ്പന്മാരൊക്കെ കൊണ്ടുവരാൻ പോകുമ്പോൾ കരിപ്പൂരൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ പൈലറ്റുമാരുടെ ആ വരവ്, ഓല ഡ്രസ്സിങ്, അതൊക്കെയാണ് നമ്മളെ ഉള്ളിൽ കയറിയത്. പക്ഷേ നമ്മൾ തമ്മിൽ രണ്ടാളും ഒരിക്കലും ഒരുമിച്ച് കൂടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൊഫസർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, ഒരു ടീച്ചിങ് മേഖലയിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ നേരെ കുറച്ച് നമ്മൾ രണ്ടുപേരും ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കാല് വെക്കും എന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചില്ല. അത് ഒരുമിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേഷനില്ലേ ഇല്ല, നമ്മൾ രണ്ട് ലെവലിലോട്ടാണ് പോകുന്നത്. പോയി. എനിക്ക് തോന്നുന്നു നിനക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടി തോന്നുന്നില്ല. ഡിഗ്രി നീ വേഗം സീറ്റ് പിടിച്ച്, ഞാൻ അപ്പോഴും പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. ഞാൻ പൈലറ്റ് നടന്ന് എനിക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോൾ +2 എങ്ങനെ പാസ്സായതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നെ മാത്തമാറ്റിക്സ് ടഫാണെന്ന് നോക്കി. പിന്നെ പൈലറ്റ് നിന്ന് ഇറങ്ങി ഞാൻ ഏതിലോട്ടായി, എയറോ നോട്ടിക്കൽ എഞ്ചിനീയറിങ് നോക്കി. അതിനേക്കാളും അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി, എനിക്ക് സീറ്റൊക്കെ മിസ്സായി. പക്ഷേ പിന്നെ ഞാൻ പോയി ചെല്ലുന്നത് BCom-നാണ് നാട്ടിൽ. നീ ആണെങ്കിൽ പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു BA ഇംഗ്ലീഷൊക്കെ എടുത്ത് അതിലൊരു പിന്നെ ലെക്ചറൊക്കെ ആവുന്ന രീതിയിലായിരുന്നു. പക്ഷെ എനിക്ക് സീറ്റ് കിട്ടിയത് BC ഒക്കെ ആയി പോയി. ഞാനും അത് പാഷനേറ്റ് ആയിട്ട് പോയതാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഡിഗ്രി എന്നുള്ള? കാരണം പൊതുവേ നമ്മളെ നാട്ടിലത്തെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നല്ലൊരു ജോബ് കിട്ടുള്ളൂ, നല്ല സാലറി കിട്ടുള്ളൂ, സേഫ് ആവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിലൊരു മാറ്റം വരുന്നത്, ഞാൻ ഡിഗ്രി പഠിക്കണ സമയത്ത് ഇപ്പം BCA ചെയ്തിട്ട് കാര്യമില്ല, ജോബ് BCA ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഫീലിങ്ങിലൂടെ എത്തിയത്. അല്ല, ഈ 10ാം ക്ലാസ് +2 നന്നായിട്ട് പഠിച്ചല്ല, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി വിജയിച്ചെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈവൻ ജോബ് ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. ഓവറോൾ അവരുടെ പിന്നെ ടൈം ബീങ് മൊത്തം അവർ ഒരു റാറ്റ് റേസിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ സമയം കൊണ്ട് സെറ്റിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ഏജിൽ കിട്ടി. 19ലാണ് നമ്മൾ കയറി വന്ന് സഫാന് നേരെ ഞാൻ പ്ലാൻ വരുമ്പോൾ 20 വയസ്സ് കറക്റ്റ് ജനുവരി 1 അല്ലേ? അതെ, ജനുവരി 1-ാം തീയതി എൻറോൾ ചെയ്യുന്ന ഒരു ന്യൂ ഇയർ. നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം കറക്റ്റ് ടൈം തുടങ്ങിയതിലുപരി നല്ല കമ്പനിയിൽ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും. അത് നമ്മുടെ കമ്പനി ഇൻഡസ്ട്രിയിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം അച്ചീവ്മെന്റുകൾ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കറക്റ്റ് സമയം, കമ്പനി ഫ്ലറിഷ് ആവുന്ന സമയം, നമ്മൾ ആ സമയത്ത് കറക്റ്റ് നമുക്ക് ഇതിൽ എന്താ പറയാ, ദൈവം നമ്മളോട് എത്തിച്ച പോലെ. തീർച്ചയായിട്ടും. അതെ. ഇന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ 3 വെഹിക്കിൾ ഈ ബിസിനസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. അല്ല, ആ സമയത്ത് എത്തിയോണ്ടാണ് ആ ഒരു കാര്യം. അതെ, അതെത്തി നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ കുറിച്ച് പഠിക്കൽ തുടങ്ങി. റിജക്ഷൻ കിട്ടൽ തുടങ്ങി. റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടൽ തുടങ്ങി. കുറെ ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു. സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്തു. ഇതില് ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ ഇപ്പോഴും ആളുകൾ ഈ മേഖല അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവൻ കഴിഞ്ഞ 2025 നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ പിണറായി വിജയൻ സാർ വരെ ഈ മേഖലയ്ക്ക് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി വരെ കൊണ്ടുവന്നു. അല്ല, ഇത് അറിയുന്നില്ല, ജനങ്ങൾ അറിയുന്നില്ല. ശരിക്കും നമ്മളിലൂടെയാണ് ഇത് ജനങ്ങൾ അറിയേണ്ടത്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഇവര് ചിന്തിക്കണത്, അവർ തോട്ട് പോണത് ഇതൊരു ഓണ്ടർപ്രണർഷിപ്പിലോട്ടൊന്നും അല്ല അവരുടെ മനസ്സിൽ പോണത്. അവര് ചിന്തിക്കണത് വേറെ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ആണോ, ആളുകൾ പെട്ടുപോകുമോ, പണ്ടത്തെ ആ ഒരു പേടി അവരുടെ ഉള്ളിൽ പോയുണ്ട്. അതുകൊണ്ടായിരിക്കും.
പക്ഷെ അന്ന് നമ്മളിത് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് അവിടെയാണ് അതിന്റെ പോയിന്റ്. അതെ. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, ഇൻഡസ്ട്രി ലീഗലാണെന്ന് മനസ്സിലാക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോ പറയുമ്പോൾ നമുക്ക് ത്രില്ല് കൂടാണ്. കാരണം നമ്മൾ ആദ്യത്തെ ഫീലാണ് നമുക്ക്. ഫീലാണ് ഇൻഡസ്ട്രിയിൽ നിയമം വന്ന ബെസ്റ്റ് ടൈമിൽ നമ്മൾ എൻറോൾ അടിക്കണം. അവിടെയാണ് നമ്മുടെ പോയിന്റ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കമ്പനി സ്ട്രോങ് ആയതുകൊണ്ട്, നമ്മളെ കമ്പനി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് നല്ല കമ്പനി കിട്ടി, നല്ല ടീമിൻ്റെ കൂടെ കൂടാൻ പറ്റി. ഇവിടെയൊക്കെയാണ് നമ്മളെ ഒരു അതെ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഞാൻ പറയുന്നത് ഇവര് ഇപ്പോഴും ഈ ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സോളിഡ് ആയിട്ട് 2 വർഷം കൊടുത്താൽ 2 years കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം അവരുടെ സമയം കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് 8 മണിക്കൂറായിരിക്കും ജോലിയിലാണെങ്കിൽ പണിയെടുക്കാൻ പറ്റുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് അംഗബലം കൂടുകയാണ്, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സ്ട്രെങ്ത് കൂടുകയാണ്, നമ്മുടെ ഫ്രാഞ്ചൈസി ഡെവലപ്പ് ആവാണ്, എല്ലാ ഭാഗത്തും കണക്ഷൻ ആവാണ്. ഇതൊരു പഠനം കഴിയുന്നതിൻ്റെ കൂടെ തന്നെ ഒരാൾക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അത് നമ്മളിപ്പോൾ അനുഭവിച്ചു. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സാധനം അത് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നു, പക്ഷെ നമ്മളെ ബിസിനസ്സിന് ഒന്നും പറ്റുന്നില്ല. അതെ. അപ്പൊ നിങ്ങൾ എത്ര കൺട്രി ഇൻഡസ്ട്രിയിലൂടെ വിസിറ്റ് ചെയ്ത് ഏകദേശം 9ഓളം ഇന്റർനാഷണൽ ട്രിപ്പ് പോയി വന്നു. നമ്മളിപ്പോൾ മലേഷ്യയിലൊക്കെ പോകുന്നു. ഇപ്പൊ ലാസ്റ്റ് യൂറോപ്പ് ട്രിപ്പ് പോയി വന്നു. യൂറോപ്പിൽ 10 ദിവസം പോയി വന്നപ്പോഴും ബിസിനസ് എവറി വീക്ക് ഇൻകം. ഞാൻ യൂറോപ്പിലാണെങ്കിലും എൻ്റെ ബിസിനസ് റൺ ചെയ്യാം. ഞാൻ യൂറോപ്പിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു ഏറ്റവും വലിയ പോയിന്റ്, ഞാൻ അവിടെ മോർണിംഗിൽ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങാൻ നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഓണാവാണ്. പക്ഷേ സ്റ്റിൽ എൻ്റെ ഇൻകം ഫ്ലക്ച്വേഷൻ ഇല്ലേ, കറക്റ്റ് എവറി വീക്ക് എവറി ട്യൂസ്ഡേ ആകുമ്പോൾ ഇൻകം ക്രെഡിറ്റ് ആവുന്ന രീതിയിലോട്ട് നമ്മൾ കാര്യങ്ങൾ മാറി. മറ്റേ മാസത്തിലാണ് ഇൻകം, മാസത്തിൽ ഒരു തവണയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു മാസത്തിൽ 4 തവണ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു വർഷം എത്രയായി? അതായത് ഒരു വർഷം 12 തവണയാണ് ഒരു ജോലിക്കാരൻ കിട്ടാന്നുണ്ടെങ്കിൽ ഇവിടെ 5 ഇരട്ടി 52 തവണ ഇൻകം ഒരു വർഷം കൊണ്ട് വാങ്ങാൻ പറ്റും. അതാണ് നമ്മൾ ആ ഒരു 19 കിട്ടിക്കഴിഞ്ഞാൽ 18 കിട്ടിക്കഴിഞ്ഞാൽ 18 19 ആകുമ്പോഴേക്കും ഒരു 19-20 ആകുമ്പോഴത്തേന് അവർക്ക് അവരുടെ പരിപാടി ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോ 9 കൺട്രീസ് വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൊ 5 കൺട്രീസ് പോയി. ഇപ്പൊ ഫാമിലിയോടൊത്താണ് ഇപ്പൊ പോകുന്നത്. നമ്മള് 10ാം ക്ലാസ്സിനും +2 നമ്മൾ ആഗ്രഹിച്ച ട്രിപ്പുകളൊക്കെ നമ്മള് ഏറിപ്പോയ എവിടെ പോവാ? മൂന്നാർ, ഇടുക്കി, മൈസൂര്, കൊടൈക്കനാൽ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടല്ല. മൈസൂരാണെങ്കിൽ പിന്നെ ഊട്ടി. ഇനി ലാസ്റ്റ് പോവുകയാണെങ്കിൽ ഹൈദരാബാദ്, അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീർ മാക്സിമം. നമ്മൾ അവിടുന്ന് ആ സമയത്ത് നമുക്ക് ഒരു ഈ ഇൻഡസ്ട്രി കിട്ടിയതുകൊണ്ട് നമ്മളെ തല ഒരുപാട് വലുതായി. നമ്മള് ചിന്ത മാറി, കൾച്ചർ മാറി, നമ്മുടെ കൂട്ടുകെട്ട് മാറി, ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മാറി. അതുകൊണ്ട് മാറിയതുകൊണ്ട് 5 ഇന്റർനാഷണൽ ട്രിപ്പ് പോയി, 5 ഇന്റർനാഷണൽ ട്രിപ്പ് പോയി. എനിക്ക് തോന്നുന്നത് തായ്ലാൻഡ് പോയി, UAE പോയി, 2 പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ട് സ്കൈ ഡൈവ് വരെ ചെയ്തു. എത്രയോ യുവാക്കളുടെ ഡ്രീമാണ് ഒരു പ്രാവശ്യം 30-ലൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പറയാന്ന് പറഞ്ഞാൽ 20s. അപ്പൊ 20s ഒരു സാധാരണക്കാരന്, അത് ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ബോയ്ക്ക് ഒരു എലൈറ്റ് ക്ലാസ്സിലേക്കൊക്കെ മാറാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കാര്യം. അതിലൊരു തർക്കമില്ല. ഇന്ന് ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ന് ആൾക്കാർ ആദ്യം നോക്കുന്നത് എന്താണ്? മാസ്റ്റർ ഡിഗ്രിയാണ്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് വെറും MBBS പോരാ. ആൾക്കാർ ഇന്ന് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് അവർ ചർച്ച ചെയ്യണം. അപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം മാസ്റ്റർ ഡിഗ്രി പിന്നെ എടുക്കണമെങ്കിൽ ഒരു 2 years കൂടി വേണ്ടേ? അപ്പോൾ 17ാമത്തെ വയസ്സിൽ അവർ എഴുതാൻ തുടങ്ങിയാൽ 25ാമത്തെ വയസ്സിൽ പിന്നെ ഹൗസ് സർജൻസി ആവും. 26-27 കഴിഞ്ഞ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വയസ്സാവും ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ആസ് എ ഡോക്ടർ. ആഫ്റ്റർ 30 അവരുടെ ഡ്രീമിൽ പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പോഴും ഒരു ബേസിക് സാലറി അവർക്ക് കിട്ടുന്നുള്ളൂ. അതില് അവരെ എക്സ്പീരിയൻസ്ഡ് ആയി അവർക്ക് പ്രൊമോഷൻ കിട്ടി, പിന്നെയും അവർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്ത് വരുമ്പോൾ തന്നെ ഒരു 40s ആവും.
നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങൾ 1 കോടി ഞാൻ 24ാമത്തെ വയസ്സിൽ 1 കോടി ONCR കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 25-ൽ ONCR കംപ്ലീറ്റ് ചെയ്തു. അല്ല ഇനി എന്താണ് ഇതിന്റെ ഒക്കെ ഒരു ഇത്, ഞാൻ അതാണ് ചോദിക്കണം. അപ്പൊ നമ്മള് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഓൾറെഡി തെളിയിച്ച് കാണിച്ചു ഇത് കൊടുത്തു പറ്റുന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പേരൻസിൻ്റെ ഭാഗത്തുനിന്നും കൂടി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇനീഷ്യേറ്റീവ്, ഇന്നത്തെ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം, പഠിക്കുന്ന സമയത്ത് തന്നെ അവരെന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഫാമിലിയിൽ നിന്നും തുടങ്ങണം. നമ്മൾ പേരൻസ് അതിന് സമ്മതിച്ചു തുടങ്ങണം. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അതിന് ഏറ്റവും സുഖങ്ങൾ അനുഭവിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയാണ്. സത്യം. ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് സീറ്റ് ഒക്കെ കൊടുത്ത് 2 രൂപ 3 രൂപ സീറ്റ് പിന്നെ വീതിച്ചിട്ട് അട്ടിക്കിട്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ മോളെ നോക്കുന്ന സമയത്ത് അടുത്ത വർഷം മോളെ പ്രീ സ്കൂളിൽ ചേർത്താനായി. അങ്ങനെ ചേർക്കുന്ന സമയത്ത് അവളെ ഞാൻ കൊണ്ടുപോയി വിടാൻ പോകുന്നത് എൻ്റെ സ്വന്തം റേഞ്ച് റോവറിലാണ്. ആ ഒരു ലെവലിലേക്ക് അവക്ക് അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഇമ്പാക്ട്. ഇപ്പൊ ഞാൻ അത് ഭയങ്കര പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അനിയന് സ്കൂളിലൊന്ന് കൊണ്ടാക്കി കൊടുക്കാൻ പോയി. ആ സമയത്ത് എനിക്കൊന്നും ഓനെ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് പോണത്. അപ്പോൾ ഇന്റർവെൽ ടൈമിലാണ് ഞാൻ കയറുന്നത് സ്കൂളിലോട്ട്. അപ്പോൾ നല്ല മഴയാണ്, എല്ലാവരും വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്, അവരത് വെക്കുന്നുണ്ട്. ഞാൻ കയറുന്നത് BMW കയറിയപ്പോണ്ട് എല്ലാവരുടെ കണ്ണും വണ്ടിയിലോട്ടാണ്. ഓരോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ ഒരു ഫീൽ ഉണ്ട്. അത് നമ്മൾ ഓനിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ BMW ആയി വണ്ടി. അപ്പോൾ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് മാറും. അപ്പോൾ ഇപ്പൊ നമ്മളെ അനിയന്മാരായിക്കോട്ടെ, ഇനിയിപ്പോൾ മക്കളായിക്കോട്ടെ, ഇവർക്ക് ഇനി ഒരിക്കലും ഇതിലോട്ട് പോകാൻ കഴിയില്ല, ഒരു മിഡിൽ ക്ലാസ് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവര് വരുന്നതേ ഒരു ലെവലിലാണ് അവർ വരുന്നത്. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവാണ്. അത് നമ്മൾ ഈ പ്രായത്തിൽ സെറ്റിൽ ആയാൽ കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു ഗുണമാണ്. ഇപ്പോൾ ഈ ചെക്കന്മാർ ഇപ്പോൾ ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ 18-ൽ 19-ലൊക്കെ വരുന്നവർക്ക് ഒരു കല്യാണം കഴിക്കുമ്പോഴത്തേന് ഭാര്യയ്ക്ക് 50,000 കിട്ടും. ഭാര്യയ്ക്ക് അവരുടെ കയ്യിലൊരു പ്രീമിയം കാർ ഉണ്ടാവും, ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുണ്ടാവും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ ഭാര്യ പറയും, ചെക്കനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇപ്പൊ നമുക്കറിയാം ഇപ്പം ലവ് മാരേജസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യങ്സ്റ്റേഴ്സിന് അവർക്ക് സെറ്റിൽ ആവണം എന്നുണ്ടെങ്കിൽ നല്ല സമയം പിടിക്കുന്നുണ്ട്. സത്യം. അവരൊക്കെ ഇത് ശരിക്കും അവർക്ക് ഓപ്പർച്യൂണിറ്റി ഒന്ന് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിക്കാനും പറ്റും. ഒരേപോലെ വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രി കൊടുക്കുന്നു. അല്ല, നീ അറിയില്ലേ, 18 വയസ്സിൽ ഒരു ലേഡി പഞ്ചാബ് നിന്ന് ഷീ ബിക്കം റൂബി എക്സിക്യൂട്ടീവ്. 18-ല് നമ്മളെ റെക്കോർഡൊക്കെ ഇപ്പൊ തൂക്കിയടിക്കും. 18 വയസ്സാകുമ്പോൾ മാസം ഒരു 60,000 രൂപ മാറി. 18ാമത്തെ വയസ്സ്. ഇപ്പൊ നമ്മളെ കൂടെ തന്നെ ആയിരക്കണക്കിന് യുവാക്കൾ ഇപ്പൊ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെ മൈൻഡ് എന്താ, നമ്മൾ രണ്ടാളും വണ്ടി എടുത്തു, അതുപോലെ തന്നെ നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു, നമ്മൾ വീട് വെക്കാനുള്ള പ്ലാനിങ് തുടങ്ങി. അപ്പൊ ഇവർക്ക് ഇവരുടെ ഈ നമ്മൾ കാണുന്ന യുവാക്കൾ മൊത്തം മൈൻഡ് സെറ്റ് ഇതിലോട്ട് മാറി. അതൊരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും. അത് നമ്മുടെ ടീമിൽ തന്നെ എത്ര പേര് വണ്ടി എടുത്തു, അവരെത്രയിലപ്പോ ഇപ്പൊ ഞാൻ 3 വണ്ടി എടുത്തു, അപ്പൊ നീ 3ാമത്തെ വണ്ടി ഇപ്പൊ റേഞ്ച് റോവർ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇപ്പൊ റൂബീസിൽ എല്ലാവരുടെ അടുത്ത് കാറായി. ജസ്റ്റ് ജെമിനി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, അല്ല എന്താ ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിങ് ഞാനിപ്പോൾ ഈ പ്രായത്തിൽ തുടങ്ങി, എൻ്റെ ഏജ് ഇത്രയാണ്, എൻ്റെ വയസ്സ് 18ആണ്, ഞാനിപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ കൂടെ ജെമിനി ഞാനിപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിങ് ചൂസ് ചെയ്യുന്നതിന് അഭിപ്രായം എന്താണ്? കറക്റ്റ് റിപ്ലൈ തരുന്നു. മാത്രമല്ല അവർക്ക് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എളുപ്പമാവും. കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കമ്പനിയെ കുറിച്ച് വൈബ്രന്റ് വിവ എന്ന് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ അടിച്ച് നോക്കിയാൽ നമ്മളെ മൊത്തം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്തിനു ചെയ്യണം, ഈ നിങ്ങൾ ഒരു ഈ നല്ല സമയത്ത് എന്തിനു ചെയ്യണം, വൈ ഇൻഡസ്ട്രീവ ചൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആ വൈബ്രന്റ് വിവയുടെ പേജിൽ അതെല്ലാം അവൈലബിൾ ആണ്. നമ്മളെ ഇന്റർനാഷണൽ ട്രിപ്സ് ആയിക്കോട്ടെ, നമ്മളെ കമ്പനി നൽകുന്ന കോമ്പൻസേഷൻ പ്ലാൻ ആയിക്കോട്ടെ, നമ്മൾ R&D പഠിച്ച ഒരാൾ ഒരു രക്ഷയില്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചത് അത് എവിടെ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ പറയാറുണ്ട് ഐഫോൺ R&D നടക്കുന്നത് എവിടെയാണ്?
US-ലാണെന്നുണ്ടെങ്കിൽ അസംബിൾ ചെയ്യുന്നത് ചൈനയിലാണ് ചൈനയിലാണ്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സ് നമ്മളത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിലും അതിന്റെ R&D വരുന്നത് അങ്ങ് ജപ്പാനിലാണ്. ജപ്പാനിലാണ്. ലോകത്ത് ഫുഡ് സേഫ്റ്റിയിൽ നമ്പർ 1 ആണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് റിപ്പോർട്ട് നീ കേട്ടോന്ന് അറിയില്ല, ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആയുസ് കൂടുതലുള്ള, കാരണം അവരുടെ ഫുഡ് സേഫ്റ്റിയാണ്. അതെ. അവരുടെ ഫുഡ് സേഫ്റ്റിയാണ്. അവിടെയാണ് നമ്മുടെ R&D ലാബ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അവർക്ക് അതൊക്കെ പഠിക്കാൻ vibrantviva.com നിന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ അവർക്ക് എന്താണ് ഇൻഡസ്ട്രിയോ എന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മതി. എവറിത്തിങ് ഈസ് ദർ. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ലേഡീസിന്, അതേപോലെ നമ്മളിപ്പോൾ ഏജിലുള്ള 18-ലും 19-ലൊക്കെ വരുന്ന വുമൺ ഓൺട്രപ്രണേഴ്സിന്, അവരൊക്കെ ഒരു ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം. അവർ ഇപ്പോൾ ഇത് തുടങ്ങിയ വുമൺ ഓൺട്രപ്രണർമാർക്കൊക്കെ ഈ ഏജിൽ ഈ പ്രായത്തിൽ തുടങ്ങിയ അവർ കല്യാണം കഴിച്ച് പോകുമ്പോഴത്തിന് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ അവർ ഫൈനാൻഷ്യൽ ഇപ്പോൾ നമുക്കറിയാം ഈ ചെറിയ വയസ്സിൽ അവർ തുടങ്ങിയാൽ നമ്മളെ ഏജിൽ തന്നെ അവരെന്താവും ഇവിടെ ഒരു സെറ്റിലാവും. ഇപ്പോൾ ഈ മേഖലൻ്റെ വളർച്ച ഉറപ്പായിട്ടും എൻ്റെ മനസ്സ് പറയുന്നു ഈ മേഖലയ്ക്ക് വേണ്ടി ഒരു മിനിസ്ട്രിയൊക്കെ ഭാവിയിൽ വരും. കാരണം അത്ര ആൾക്കാർ ഇപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ആൾക്ക് മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് നമുക്ക് നാളെ ഭാവിയിൽ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസർമാരായിട്ട് മാറാൻ പോലും ഒരു പൊട്ടൻഷ്യൽ ഇതിലുണ്ട്. അത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നവർ അത് 18 വയസ്സ് ടു 25 വയസ്സ് ഞാൻ ചിന്തിച്ചിടത്തോളം അത് ഏറ്റവും ഒരു വ്യക്തിയുടെ സേഫ് ടൈമാണ്. ബെസ്റ്റ് ടൈം. കാരണം പേരൻസിൻ്റെ അടുത്ത് വലിയ പ്രഷർ ഉണ്ടാവില്ല. അതെ, ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന കാലഘട്ടം. ഒന്ന് റെഡ് കാർപ്പറ്റ് കഴിഞ്ഞു, വാട്ട് എ ഫീൽ. കമ്പനി ട്രീറ്റ് ചെയ്യുന്ന രീതി, വൈഫൊക്കെ കണ്ടാൽ ഭയങ്കര ഒരു ഗൂസ് ബംസ് ഒക്കെ ആയിട്ട്. കാരണം ഈ ചെറിയ പ്രായത്തിൽ അവൾക്കും എനിക്കും റെക്കഗ്നിഷനൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ്. അപ്പം ഇത് ചൂസ് ചെയ്യാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഡിസിഷനാണ് അല്ലേ, ഒരു ഡിസിഷൻ മേക്കിംഗ്. വലിയ ലക്ഷങ്ങളോ കോടികളോ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ ജസ്റ്റ് ഒരു തീരുമാനം, ഒരൊറ്റ തീരുമാനം, അത് അവരെ ലൈഫ് അങ്ങോട്ട് പിടിച്ച് മാറ്റും. ഏതായാലും വണ്ടി നമ്മള് അതിന് വേറെ പ്രശ്നമുണ്ട്. നമ്മള് വണ്ടി ഇറക്കിയാ പിന്നെ നമുക്ക് എവിടെ പോകാനായി? മലേഷ്യ പോയി എന്നിട്ട് നമുക്കൊരു എന്തായാലും പിടുത്തം പിടിക്കാം. പിന്നല്ലാതെ നമ്മള് ഇതോടുകൂടി നിർത്തുന്നില്ല, ഇനിയും ഡ്രീംസുകൾ പിടിച്ചടക്കും. തീർച്ചയായിട്ടും അടുത്ത വണ്ടി ഏതാ പ്ലാൻ ചെയ്യും? ഡിഫൻഡർ എടുക്കും, ബ്ലാക്ക്. സൂൺ.